രണ്ടപ്പം വിളിച്ചു കൂവി അമ്മൂമ്മ. ഇരുവരും അങ്ങനെ വാശിയിലായി. വാശി വരുത്തിയിട്ട് അടിപിടിയായി. അമ്മൂമ്മയ്ക്കൊരു തൊടി കിട്ടി, അപ്പൂപ്പനൊരു തൊടി കിട്ടി. അടിയും പിടിയും വന്നപ്പോൾ അടിപിടി വീണ്ടും മൂത്തപ്പോൾ നല്ലൊരു പോവഴി കണ്ടെത്തി വില്ലൻ നമ്മുടെ അപ്പൂപ്പൻ. ഇത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാൻ മിണ്ടാതെ. ആദ്യം മിണ്ടിയാൽ ഒറ്റപ്പം, മറ്റേയാൾക്കോ രണ്ടപ്പം. അമ്മൂമ്മയ്ക്കത് സമ്മതമായി. അങ്ങനെ തർക്കം രമ്യതയായി. കാറ്റും തോറും നിന്നപ്പോൾ അവിടെ മുഴുവൻ ശാന്തതയായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വീണ്ടും വരാന്തയിൽ രണ്ടാളും മിണ്ടാതങ്ങനെ ഇരിപ്പായി. പെട്ടെന്നുള്ളിൽ അടുക്കളയിൽ തടുകുടു എന്നൊരു സൗണ്ട് കേട്ടു. മിയാവ് മിയാവ് വിളി കേട്ടു. അയ്യോ, പൂച്ച കതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ. അയ്യേ, മണ്ടി തോറ്റല്ലോ. തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടി ചെന്നപ്പോൾ കുട്ട മറിഞ്ഞ് കിടപ്പുണ്ട്, കുട്ടയൊഴിഞ്ഞ് കിടപ്പുണ്ട്. ഉണ്ടക്കണ്ണു മിഴിച്ചിട്ട് ചുണ്ടും നക്കി നുണഞ്ഞിട്ട് ജനലും ചാടി മറിഞ്ഞേ പോയി. കള്ളിപ്പൂച്ച കരിമ്പൂച്ച ഒഴിഞ്ഞ കുട്ടയിൽ നോക്കിയിട്ട് ഒട്ടിയ വയറും തടവിയിട്ട് മെല്ലെ